നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ അതിനും ഒരു തീരുമാനമായി. സപ്ലൈകോയുടെ ഈസ്റ്റർ, റംസാൻ, വിഷു ചന്തകൾ ഇത്തവണ ഉണ്ടാകില്ല. സാധാരണക്കാരായ ജനങ്ങളുടെ ആഘോഷങ്ങൾ വിപുലമാക്കാൻ സപ്ലൈകോയിലെ സബ്സിഡി ഇനങ്ങളാണ് കാലങ്ങളായി സഹായിക്കുന്നത്. ഇത്തവണ അത് പ്രതീക്ഷിക്കണ്ട. എന്നാലോ പാവങ്ങളെ പറ്റിക്കാനുള്ള മാർഗങ്ങൾക്ക് ഇത്തവണയും ഒരു കുറവുമില്ല. താലൂക്കിലെ ഏതെങ്കിലും ഒരു വിൽപ്പനശാലയിൽ ചന്ത നടക്കുന്നതായി അറിയിച്ച് ബാനർ കെട്ടി ഏപ്രിൽ 13 വരെ അല്പസ്വല്പം സാധനങ്ങൾ വിൽപ്പന നടത്തും. സപ്ലൈകോയുടെ ഉന്നതതല യോഗത്തിലാണ് ഇത്തരം വിപ്ലവാത്മകരമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമല്ല, ഞെട്ടിക്കുന്ന മറ്റൊരത്ഭുതം. ബാനർ കെട്ടി ചന്ത നടത്തുന്നതിൻ്റെ ഫോട്ടോകൾ എടുത്തയക്കാൻ എല്ലാ ഡിപ്പോ മാനേജർമാർക്കും സപ്ലൈകോ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. ജാതിമത ഭേദമന്യേ പട്ടിണി കിടക്കാൻ സപ്ലൈകോ അവസരമുണ്ടാക്കിയിരിക്കുന്ന വിവരം എല്ലാ മതേതരവാദികളെയും അറിയിക്കുകയാണ്. പുണ്യമാസമായ റംസാനിലെ 30 ദിന കഠിന വ്രതത്തിനു ശേഷമെത്തുന്ന ഇസ്ലാമിക വിശ്വാസികളുടെ ചെറിയ പെരുന്നാൾ, 50 ദിവസത്തെ തീവ്ര വ്രതത്തിനു ശേഷമുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ ഈസ്റ്റർ, ശുഭപ്രതീക്ഷകളോടെ സമ്പൽ സമൃദ്ധിയുടെ പുതുവർഷത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന ഹൈന്ദവ വിശ്വാസികളുടെ വിഷു, ഇതൊക്കെ ഭംഗിയാക്കാൻ ആഘോഷിക്കുവാൻ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന 13 ഇനം സബ്സിഡി വിഭവങ്ങൾ ഒന്നും തന്നെ മിക്ക സപ്ലൈകോ ഡിപ്പോകളിലും സ്റ്റോക്കില്ല എന്നതാണ് പരമാർത്ഥം. മാത്രമല്ല, ദുഃഖവെള്ളി ദിനമായ മാർച്ച് 29, ഈസ്റ്റർ ദിനമായ 31, റംസാൻ അവധിയായ ഏപ്രിൽ 10 എന്നീ തീയതികളിലും സ്റ്റോക്ക് കണക്കെടുപ്പ് പ്രമാണിച്ച് ഏപ്രിൽ 1, 2 തീയതികളിലും ചന്തകളും വിൽപ്പനശാലകളും പ്രവർത്തിക്കില്ല എന്ന അത്യത്ഭുതവും ഏവരെയും അറിയിക്കുകയാണ്. കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. അത് ഏത് ജാതി മത വിഭാഗത്തിലുള്ള കോരനായാലും അങ്ങനെ തന്നെ. നന്ദി. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.